പീച്ചി സ്കൂളിൽ സയൻസ് ബാച്ച് അനുവദിക്കണം. യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകി. തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നായ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1, +2 വിഭാഗത്തിൽ സയൻസ് ബാച്ച് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിവേദനം നൽകിയത്. പാണഞ്ചേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ചോയുടെ നേതൃത്വത്തിലാണ് തൃശൂർ പാലസ് റോഡിലുള്ള വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലെത്തി നിവേദനം നൽകിയത്. മലയോര മേഖല കൂടിയായ പാണഞ്ചേരിയിലെ ആയിരക്കണക്കിന് കർഷക കുടുംബങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന സർക്കാർ വിദ്യാലയമാണ് പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. എന്നാൽ നാളിതുവരെ ആ വിദ്യാലയത്തിൽ +1, +2 ക്ലാസുകളിൽ സയൻസ് ബാച്ച് ഇല്ല എന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. അതുമൂലം ഈ നാട്ടിലെ അനേകം വിദ്യാർത്ഥികൾ സ്വകാര്യ വിദ്യാലയങ്ങളിലും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് തൃശൂർ നഗരത്തിലെ സ്കൂളുകളിലും പോയി സയൻസ് ബാച്ചിന് പഠിക്കേണ്ട അവസ്ഥയാണ് എന്നും നിവേദനത്തിൽ എടുത്തു പറയുന്നു. ഒല്ലൂരിന്റെ MLAയും സർക്കാരിലെ രണ്ടാമനുമായ മന്ത്രി കെ രാജന്റെ അനാസ്ഥയാണ് പീച്ചി സ്കൂളിനോടുള്ള അവഗണനയ്ക്ക് പ്രധാന കാരണമെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് കുറ്റപ്പെടുത്തി. നിവേദക സംഘത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ബ്ലസൻ വർഗീസ്, ജിസൻ സണ്ണി, പഞ്ചായത്ത് അംഗം CS ശ്രീജു, നിബിൻ ദേവരാജ്, വിപിൻ വടക്കൻ, ജിബിൻ പീച്ചി എന്നിവരുമുണ്ടായിരുന്നു. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, തൃശൂർ ജില്ലാ കളക്ടർ, RDD, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവർക്കും യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകിയിട്ടുണ്ട്. അവർ പിന്നെ പഠിക്കാൻ പോകില്ല. കാരണം അവർ നേരെ വെൽഡിംഗ് കോഴ്സുകൾ അങ്ങനെ എന്തെങ്കിലും പഠിച്ചാൽ ഒതുങ്ങി കൂടുക. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തു നിന്ന് ഡോക്ടറോ എഞ്ചിനീയറോ നേഴ്സോ ഫാർമസിസ്റ്റോ ഒക്കെ വേണമെങ്കിൽ സയൻസ് ഗ്രൂപ്പ് മതിയെ തീരും. വേറൊരു ഓപ്ഷൻ അവർക്കില്ല, നാട്ടിലേക്കില്ല. 3 മണിക്കൂർ തിരിച്ച് 3 മണിക്കൂർ 6 മണിക്കൂർ, മൊത്തം ഒരു ദിവസം 24 മണിക്കൂർ 6 മണിക്കൂറിൽ അധികം എനിക്ക് യാത്രയാവും. ഇതേ ഞാൻ ഒരു ട്രാൻസ്ഫർ ചോദിച്ചിട്ട് പട്ടിക്കാട് സ്കൂളിൽ ട്രാൻസ്ഫർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പൊളിറ്റിക്സ് ആണ്. ഈ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ മലയോര ഗ്രാമപ്രദേശങ്ങളിൽ നിരവധി കുട്ടികളാണ്, ആയിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്കും മറ്റ് ജില്ലകളിലേക്കും പഠിക്കാൻ പോകുന്നത്. 24 മണിക്കൂറും ആ സമയങ്ങളിൽ അവർക്ക് പഠിക്കാൻ എവിടെയാണ് കണ്ടെത്തേണ്ടത്? അപ്പോൾ യൂത്ത് കോൺഗ്രസിന് ഇവിടെ ഒന്നാണ് പറയാനുള്ളത്, അത് നല്ല രീതിയിൽ അവിടെ സയൻസ് ബാച്ച് അനുവദിക്കണമെന്നും അതേപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. മലയോര മേഖലകളെ പൂർണ്ണമായി സംരക്ഷിക്കാനും സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ടാമനെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന കെ രാജൻ, അതായത് ഒല്ലൂരിൽ 2ാം തവണയും MLA ആയ ഈ കെ രാജൻ ഇതുവരെ ഒരു രീതിയിലും ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായ പീച്ചി സ്കൂളിനെ തിരിഞ്ഞു നോക്കുക ഇല്ലാത്തൊരു അവസ്ഥയിലാണ് പോകുന്നത്.